ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ പുതിയ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു യുവാവ് ഒരു പ്രായം ചെന്ന വിശുദ്ധൻ്റെ അടുക്കൽ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടു. എനിക്ക് തുടർച്ചയായി ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതൽ ക്ഷമയുള്ളവനായി തീരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ വയോധികൻ സമ്മതിച്ചു. രണ്ടുപേരും മുട്ടുകുത്തി. ആ ദൈവദാസൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. കർത്താവേ, ഈ യുവാവിന് രാവിലെ കഷ്ടത അയക്കണമേ, വൈകുന്നേരവും കഷ്ടത അയക്കണമേ. ആ ചെറുപ്പക്കാരൻ ആ പ്രായമുള്ള മനുഷ്യനെ മെല്ലെ ഒന്ന് തട്ടി ഇങ്ങനെ പറഞ്ഞു, അല്ല കഷ്ടതയല്ല, ക്ഷമ. എന്നാൽ ആ വിശുദ്ധൻ പറഞ്ഞു, കഷ്ടതയാകുന്നു മകനെ ക്ഷമയെ ഉണ്ടാക്കുന്നത്. നിനക്ക് ക്ഷമ എന്താണെന്ന് അറിയണമെങ്കിൽ കഷ്ടതയുണ്ടായിരിക്കണം. വിജയം എന്താണെന്ന് അറിയണമെങ്കിൽ പോരാട്ടം ഉണ്ടായിരിക്കണം. ഒരു പോരാട്ടത്തിലും ഏർപ്പെടാത്ത ഒരു മനുഷ്യന് വിജയം ലഭിക്കണമെന്ന് പറയുന്നത് ഹാസ്യമായിരിക്കും. നീ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ തന്നെ പോർക്കളത്തിൽ പ്രവേശിക്കുന്നതിന് ഒരുക്കമുള്ളവനായിരിക്കണം. അവൻ നിനക്ക് ദിവസം തോറും പാഠങ്ങൾ തരികയും ചെയ്യും. വിജയത്തിന് വില കൊടുക്കാത്ത ഒരുത്തനും വിജയം ആസ്വദിക്കുന്നതിന് സാധ്യമല്ല. സാധാരണ ജീവിത പോരാട്ടത്തിൽ പോലും ക്രൂശീകരണം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ക്രൂശിക്കപ്പെട്ട കർത്താവിനോടുകൂടെ കൂട്ടായ്മ അനുഭവിപ്പാൻ സാധ്യമാകുകയുള്ളൂ. കാൽവറിയിൽ കൂടിയാകുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് തൻ്റെ അത്ഭുത വിജയം നേടിയെടുക്കുവാൻ സാധ്യമായത്. ക്രൂശ് മാർഗമല്ലാതെ എനിക്കോ നിനക്കോ ആ വിജയത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ സാധ്യമല്ല. ക്ഷമ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കഷ്ടതയാകുന്നു. വിജയം വേണമെങ്കിൽ അത് പോരാട്ടമാകുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പങ്കപ്പാടുകളെ ധ്യാനിക്കുവാനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്നതായ നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെടുവാനും അവനോടുകൂടെ കഷ്ടതകൾ അനുഭവിപ്പാനും നമുക്ക് ഒരുക്കമുള്ളവരാണോ? അപ്രകാരം ഒരുക്കത്തോടുകൂടെ കഷ്ടാനുഭവ ആഴ്ചയെ നമുക്ക് വരവേൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണെന്ന് കർത്താവ് ഇന്നത്തെ പ്രഭാതത്തിൽ നീ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയോടുകൂടെ ക്രൂശിക്കപ്പെടുവാനും അങ്ങയോടുകൂടെ കർത്താവെ പങ്കപ്പാടുകൾ അനുഭവിപ്പാനും ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കണമേ. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചതായ പങ്കപ്പാടുകളെ ധ്യാനിക്കുവാനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്നതായ ഞങ്ങളുടെ ഹൃദയത്തോട് കർത്താവയോട് സംസാരിച്ചതിനായി നന്ദിയുള്ള സ്തോത്രം. കർത്താവിനോടുകൂടി ജീവിപ്പാനും കർത്താവിനോടുകൂടെ മരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.